നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള 200-ലധികം പേർക്ക് പെട്ടെന്ന് മുടികൊഴിച്ചിൽ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ ഒരു ജില്ലയിലാണ് ഇത്തരത്തിൽ മുടികൊഴിച്ചിൽ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അവിടെ തന്നെയുള്ള 4 ഗ്രാമങ്ങളിൽ നിന്നുള്ള ഏകദേശം 39 ആളുകളുടെ നഖം കൊഴിഞ്ഞു പോകുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ബുൽദാനയിലെ ഷെഖാവ് താലൂക്കിലെ നിരവധി നിവാസികളാണ് മുടികൊഴിച്ചിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആ പ്രദേശം നേരത്തെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. അതിൻ്റെ ആശങ്കകളൊക്കെ തന്നെ ഒന്ന് വിട്ടുമാറുന്നതിനിടയിലാണ് ഇപ്പോൾ നഖം കൊഴിഞ്ഞു പോകുന്ന ഈ ഒരു അവസ്ഥ കൂടി റിപ്പോർട്ട് ചെയ്തത്. ഇതോടുകൂടി തന്നെ ഗ്രാമവാസികൾ മുഴുവൻ ആശങ്കയിലാണ്. കഴിഞ്ഞ ഡിസംബറിലാണ് 15 ഗ്രാമങ്ങളിൽ വ്യാപകമായ മുടികൊഴിച്ചിൽ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോഴിതാ നഖങ്ങൾക്ക് നിറമാറ്റം വന്ന് പിന്നീട് കൊഴിഞ്ഞു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 5 ദിവസത്തിനിടെയാണ് ഷെഖാവ് തെഹസിലിലെ 5 ഗ്രാമങ്ങളിലാണ് അപൂർവ രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി രക്തസാമ്പിളുകളും മറ്റും ശേഖരിച്ചിട്ടുണ്ട്. 39 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇവരെ പ്രാഥമിക ചികിത്സയ്ക്കായി ഷെഖാവിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നഖങ്ങൾ വെള്ള നിറത്തിലേക്കും പിന്നീട് കറുപ്പ് നിറത്തിലേക്കും മാറി കൊഴിഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ഗ്രാമങ്ങളിലുള്ളത്. അതും കൈകളിലെയും കാലുകളിലെയും വിരലുകളിലെ എല്ലാ നഖങ്ങളും ഇത്തരത്തിൽ നിറവ്യത്യാസം വന്നതിന് ശേഷം കൊഴിഞ്ഞു പോവുകയാണ്. ഡോക്ടർമാരും ഗവേഷകരും പരിശോധിച്ച് തിരിച്ചു പോകുന്നതിനപ്പുറം രോഗകാരണം കൃത്യമായി പങ്കുവെക്കുകയോ സർക്കാർ തങ്ങൾക്ക് കാര്യക്ഷമമായ ചികിത്സ നൽകുകയോ ചെയ്യുന്നില്ലെന്ന പരാതിയാണ് ഗ്രാമീണർ പങ്കുവെക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ സെലീനിയത്തിന്റെ അളവ് കൂടുന്നത് മുടി, നഖം എന്നിവയുടെ കൊഴിച്ചിലിന് കാരണമാകുമെന്നും കൂടുതൽ പരിശോധനാ ഫലങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമോൽ ഗീതെ പറഞ്ഞു. ഉയർന്ന അളവിലുള്ള സെലീനിയത്തിന്റെ സാന്നിധ്യമാണ് മുടിക്കൊഴിച്ചിലിന് കാരണമെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ വിദഗ്ധ സംഘം നേരത്തെ പറഞ്ഞിരുന്നു. പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ച് റേഷൻ കടകൾ വഴി ബുൽദാനയിൽ വിതരണം ചെയ്യുന്ന ഗോതമ്പിൽ വലിയ അളവിൽ സെലീനിയം അടങ്ങിയിട്ടുണ്ടെന്നും ഇതാണ് മുടിക്കൊഴിച്ചിലും ഇത്തരത്തിൽ നഖത്തിന് നിറമാറ്റം വരുന്നതിന് കാരണമെന്നായിരുന്നു അന്ന് പത്മശ്രീ അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള ഡോക്ടർ ഹിമന്ത റാവു ബവാസ്കറും കഴിഞ്ഞ ഫെബ്രുവരിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ബുൽദാനയിൽ നഖവൈകല്യമുള്ള 37 രോഗികളെ ജില്ലാ ആരോഗ്യ വകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2024 ഡിസംബറിൽ 15 ഗ്രാമങ്ങളിൽ നിന്നുള്ള ഗുരുതരമായ മുടികൊഴിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു. അതേ രോഗികൾക്ക് തന്നെയാണ് നഖം അടർന്നു പോകുന്നതും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രാമത്തിലെ സർപ്പഞ്ച് സംഭവത്തെക്കുറിച്ച് 3 ദിവസം മുമ്പ് അറിയിച്ചതായും രോഗികളെ പരിശോധിക്കാൻ മെഡിക്കൽ സംഘത്തെ അയച്ചതായും ബുൽദാന ജില്ലാ ആരോഗ്യ ഓഫീസർ ഡോക്ടർ അമോൽ ഗിറ്റ് പറഞ്ഞു. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാ പ്രായക്കാർക്കും വ്യത്യസ്ത രീതിയിലാണ് അസുഖം അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ മാസം നഖം നഷ്ടപ്പെട്ടവർക്ക് നഖങ്ങൾ വളർന്നതായും അദ്ദേഹം പറഞ്ഞു. നഖം രൂപഭേദം സംഭവിക്കുന്നതിനോ അടർന്നു പോകുന്നതിനോ പല കാരണങ്ങൾ ഉണ്ടാകാമെന്നും ഡോക്ടർ കിറ്റ് പറഞ്ഞു. ഡോക്ടർമാരും ഗവേഷകരും പരിശോധിച്ച് തിരിച്ചു പോകുന്നതിനപ്പുറം തങ്ങളുടെ ആശങ്കകൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെയായിട്ടും സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഗ്രാമീണർ അടക്കം ഉന്നയിക്കുന്ന വിമർശനം. ഉയർന്ന അളവിലുള്ള സെലീനിയത്തിന്റെ സാന്നിധ്യമാണ് മുടിക്കൊഴിച്ചിലിന് കാരണമെന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ വിദഗ്ധ സംഘം നേരത്തെ പറഞ്ഞിരുന്നത്. പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ച് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന ഗോതമ്പിലാണ് ഇത്തരത്തിൽ ഈ ഒരു മാറ്റം ഉണ്ടാകാനുള്ളതിന്റെ ഉറവിടമെന്നാണ് പറയുന്നത്. ഡോക്ടർമാരടക്കം പറയുന്നത് മണ്ണിലും വെള്ളത്തിലും ചില ഭക്ഷണങ്ങളിലും കാണപ്പെടുന്ന ഒരു ധാതുവാണ് സെലീനിയം. 2024 ഡിസംബർ മുതൽ ഈ വർഷം ജാനുവരി വരെയുള്ള കാലയളവിൽ ബുർദാനയിലെ 18 ഗ്രാമങ്ങളിൽ നിന്നുള്ള 279 പേർക്കാണ് പെട്ടെന്ന് മുടികൊഴിച്ചിൽ റിപ്പോർട്ട് ചെയ്തത്. ഇത് അക്യൂട്ട് ഓൺസൈറ്റ് അലോപീസിയ ടോട്ടാലിസ എന്നും അറിയപ്പെടുന്നുണ്ട്. കോളേജ് വിദ്യാർത്ഥിനികളും പെൺകുട്ടികളുമായിരുന്നു ഈ രോഗം ബാധിച്ച വ്യക്തികൾ. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുക, നിശ്ചയിച്ച വിവാഹങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സാമൂഹിക വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥ വന്നപ്പോൾ അലോപീസിയയെ ചുറ്റിപ്പറ്റിയുള്ള സാമൂഹിക കളങ്കം കാരണം ചിലർ നാണക്കേട് ഒഴിവാക്കാൻ തലയോട്ടി മൊട്ടയടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രോഗബാധിത പ്രദേശങ്ങളിൽ എത്തി സാമ്പിളുകൾ ശേഖരിച്ചപ്പോൾ പ്രത്യേകിച്ച് യുവതികളിൽ തലവേദന, പനി, തലയോട്ടിയിലെ ചൊറിച്ചിൽ, ഇക്കിളി, ചില സന്ദർഭങ്ങളിൽ ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടെത്തിയതായി റായ്ഗഡിലെ ബവാസ്കർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ MD ഡോക്ടർ ഹിമന്ത റാവു ബവാസ്കർ അന്ന് പറഞ്ഞിരുന്നു. പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥത്തിലാണ് അല്ലെങ്കിൽ അതാണ് രോഗബാധയുടെ കാരണമെന്നാണ് പറയുന്നത്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഗോതമ്പിനേക്കാൾ വളരെ ഉയർന്ന സെലീനിയം അളവ് ഇതിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് ആളുകളിൽ ഇത്തരത്തിൽ ഒരവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്.
600 മടങ്ങ് കൂടുതൽ സെലീനിയമാണ് ഇത്തരത്തിൽ വിതരണം ചെയ്യുന്ന ഗോതമ്പിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഉയർന്ന സെലീനിയം ഉപഭോഗമാണ് അലോപീസിയ കേസുകൾക്ക് കാരണമെന്നും വിശ്വസിക്കപ്പെടുന്നെന്നും ഡോക്ടർ പറയുന്നു. ഈ ഗ്രാമങ്ങളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി 3-4 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി കഷണ്ടി വരുന്ന അവസ്ഥ അതിവേഗം വികസിച്ചുവെന്നാണ് മെഡിക്കൽ വിദഗ്ധരടക്കം പറഞ്ഞിരുന്നത്. രോഗബാധിതരായ വ്യക്തികളുടെ രക്തം, മൂത്രം, മുടി എന്നിവയിൽ സെലീനിയത്തിന്റെ അളവ് ഗണ്യമായി വർദ്ധിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയതായി പറഞ്ഞു. രക്തം, മൂത്രം, മുടി എന്നിവയുടെ സാമ്പിളുകൾ സെലീനിയത്തിന്റെ അളവ് യഥാക്രമം 35 മടങ്ങ്, 60 മടങ്ങ്, 150 മടങ്ങ് എന്നിങ്ങനെ വർദ്ധിച്ചതായി കാണിച്ചു. ഇത് സൂചിപ്പിക്കുന്നതും അമിതമായ സെലീനിയം ഉപഭോഗം പൊട്ടിപ്പുറപ്പെടലിന് നേരിട്ട് കാരണമാകുമെന്നാണ് ഡോക്ടർമാരടക്കം അവരുടെ സംഘമടക്കം പറഞ്ഞത്. ഇത് ബാധിതരായ വ്യക്തികളിൽ സിങ്കിന്റെ അളവ് ഗണ്യമായി കുറവാണെന്ന് തങ്ങളുടെ സംഘം കണ്ടെത്തി. അധിക സെലീനിയം മൂലമുണ്ടാകുന്ന അസന്തുലിതാവസ്ഥയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗോതമ്പിന്റെ കൂടുതൽ പരിശോധനയിൽ സെലീനിയത്തിന്റെ അളവ് ബാഹ്യ മലിനീകരണത്തിന്റെ ഫലമല്ലെന്നും ധാന്യത്തിൽ തന്നെ അന്തർലീനമാണെന്നാണ് കണ്ടെത്തിയതായി വിദഗ്ധർ പറഞ്ഞത്. ഏതായാലും ഇത്തരത്തിൽ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി കൃത്യമായി തന്നെ നടപടികൾ എടുക്കുന്നില്ലെന്നാണ് പക്ഷേ ഗ്രാമവാസികളടക്കം പറയുന്നത്. അതുകൊണ്ടാണ് വീണ്ടും മാസങ്ങൾ പിന്നിടുമ്പോൾ നഖങ്ങളിലേക്കും ഇത് പടരുകയും ആളുകളിൽ ഗണ്യമായി തന്നെ അളവിൽ നഖങ്ങൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ വരുന്നതും. ഇത് പ്രായഭേദമന്യേ എല്ലാവർക്കും, ചെറിയ കുട്ടികൾ മുതൽ അതുപോലെ തന്നെ പ്രായമായവർക്കെല്ലാം തന്നെ ഇത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഗ്രാമവാസികളിൽ മുഴുവൻ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ഒന്നെങ്കിൽ ഇത് എത്രയും വേഗം തന്നെ ഇതിൻ്റെ ഉറവിടം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ റേഷൻ കടകളിൽ നിന്നുള്ള ഗോതമ്പിലൂടെയാണ് ഇത് വരുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ അത് നിയന്ത്രിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ തന്നെയാണ് ചോദ്യം. ഇത്തരത്തിൽ കഴിഞ്ഞ മാസമാണ് മഹാരാഷ്ട്രയിൽ 3 ഗ്രാമങ്ങളിലടക്കം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും അടക്കമുള്ള മുടി കൊഴിയുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നത്. ആദ്യം ഇത് കുറച്ചു പേർക്ക് റിപ്പോർട്ട് ചെയ്തപ്പോൾ വലിയ രീതിയിലൊരു വാർത്താ പ്രാധാന്യം നേടിയില്ല. പിന്നീടാണ് ഒറ്റ ആഴ്ച കൊണ്ട് നിരവധി ആളുകൾ കഷണ്ടിയാകുന്ന അവസ്ഥ വരികയും ആശങ്കയിലായ ജനങ്ങൾ തന്നെ ഇത് ഉദ്യോഗസ്ഥരെ സമീപിച്ചതോടെ വിവരം പുറംലോകം അറിഞ്ഞത്. അതോടെ ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധനയ്ക്കെത്തി. അന്ന് രാസവള പ്രയോഗം മൂലം ജലസ്രോതസ്സുകൾ മലിനീകരിക്കപ്പെട്ടതാണ് പെട്ടെന്നുണ്ടാകുന്ന മുടികൊഴിച്ചിലിന് കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനത്തിലടക്കം പറഞ്ഞിട്ടുണ്ട്. ജലസ്രോതസ്സുകളിൽ നിന്നുള്ള സാമ്പിളും ഗ്രാമീണരുടെ ത്വക്കിന്റെയും മുടിയുടെയും സാമ്പിളുകളും അന്ന് പരിശോധനയ്ക്കായിട്ട് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും വീണ്ടും മാസങ്ങൾ പിന്നിടുമ്പോൾ ഇത്തരത്തിലൊരു അവസ്ഥ വരുമ്പോൾ വീണ്ടും ഈ പറയുന്ന ഗ്രാമവാസികൾ ആശങ്കയിലാണ്. ഇനി എന്തായിരിക്കും അവരുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്നുള്ള ഒരു ഭീതിയിലാണ് അവിടെയുള്ള ഇത്രത്തോളം ഗ്രാമങ്ങളിലുള്ള ആളുകൾ തന്നെ ജീവിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാനാണ് അവർ സർക്കാരിനോടും ആവശ്യപ്പെടുന്നത്.